ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പൈത്തൺ സ്ട്രിങ്ങുകളാണ്. അപ്പം നമുക്കൊരു സപ്പോസ് വി ഹാവ് എ സ്ട്രിങ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. പൈത്തണിൽ നമ്മൾ സ്ട്രിങ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയബിൾ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതെന്തായിട്ട് എടുക്കും, സ്ട്രിങ് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് നമ്മുടെ മെമ്മറിയിലുള്ള അലോക്കേഷനാണ് കാണിച്ചേക്കുന്നത്. ഹലോ വേൾഡ് എന്നുള്ളത് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുമ്പം ഈ എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ 0th ഇൻഡെക്സിലായിരിക്കും സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇത് വൺത്ത് ഇൻഡെക്സിൽ ഇ, സെക്കൻഡ് ഇൻഡെക്സിൽ എൽ, തേർഡ് ഇൻഡെക്സിൽ എൽ, ഫോർത്ത് ഇൻഡെക്സിൽ ഒ, ഫിഫ്ത്ത് ഇൻഡെക്സിൽ സ്പേസ്, അങ്ങനെ 1 by 1 വരും. ഓട്ടോമാറ്റിക്കലി /0 ഇൻസേർട്ടഡ് ആവും, അതിന് ഇൻഡെക്സിംഗ് ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ പോസിറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ഇൻഡെക്സിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇൻഡെക്സ് വേണേൽ -1 എന്ന് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ STR(-1) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി കിട്ടും. STR(-2) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ല് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുവാണെങ്കിൽ -1, -2, -3 നെഗറ്റീവ് ഇൻഡെക്സിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പോസിറ്റീവ് ഇൻഡെക്സിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാല്യൂസിന്റെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. പോസിറ്റീവ് ഇൻഡെക്സിംഗിലാണെങ്കിൽ 0-യിലാണ്. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കണം. ലെങ്ത് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും, 11 ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ലെങ്ത് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, len ഫംഗ്ഷൻ. len ഓഫ് ആ സ്ട്രിംഗ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് എത്ര ആയിട്ട് കിട്ടും, 11 ആയിട്ട് കിട്ടും. കാരണം 1 to 10 10 പ്ലസ് 0th ഇൻഡെക്സിലുള്ള കൂടി ടോട്ടൽ 11 ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ടി ഇൻഡെക്സിങ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഉദാഹരണമായിട്ട് ഞാനിവിടെ STR അൽഗോരിതമിക് തിങ്കിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിന്റ് STR ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, ക്യാപിറ്റൽ A എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അതേസമയം ഞാൻ STR-ൽ ട്രൈ ഔട്ട് കൊടുത്തിട്ട് പ്രിന്റ് STR ഓഫ് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -1 ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ആയിരിക്കും എൻ്റെ റിസൾട്ട്. ഓക്കെ, ഇനി ഞാൻ STR ഓഫ് -3 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് -1, ഇത് -2, -3 ദാറ്റ് ഈസ് U ആയിരിക്കും എനിക്ക് റിട്ടേൺ ചെയ്യുന്നത്. STR ഓഫ് -9 ഈ സ്ട്രിങ് നോക്കുമ്പോൾ -9 ഇല്ല, അപ്പം ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന ഒരു എറർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു സ്ട്രിങ് ഇല്ല, വാല്യൂസിലോട് ട്രാവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ സഹായിക്കുന്നത് ഫോർ ലൂപ്പാണ്. സപ്പോസ് എൻ്റെ കയ്യിൽ STR എന്ന് പറയുന്ന വേരിയബിളിൽ ഞാനൊരു സ്ട്രിങ് ഡബിൾ കോട്ട്സിൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർ ഈച്ച് ക്യാരക്ടർ ഇൻ സ്ട്രിങ് ആയിരിക്കും വരുന്നത്. ഫോർ C ഇൻ STR എന്ന് പറഞ്ഞാൽ STR-ൽ നിന്ന് ഒരു ക്യാരക്ടർ എടുക്കും, അതെവിടെ ഉണ്ടാവും, സിയിലുണ്ടാവും. അതെന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഈ ഫോർ ലൂപ്പ് എവിടം വരെ പ്രിന്റ് ചെയ്യും, ഈ സ്ട്രിങ് ഫുള്ള് തീരുന്നിടം വരെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ഓക്കെ, ഫോർ C ഇൻ STR ഞാൻ C അല്ല X എന്ന് കൊടുത്തു കഴിഞ്ഞാൽ STR-ലുള്ള ഒരു സാധനം എങ്ങോട്ട് സ്റ്റോർ ആവും, X-ലോട്ട് സ്റ്റോർ ആവും. എന്നിട്ട് പ്രിന്റ് X. ഈ C എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ C എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രിങ് ഓപ്പറേഷനുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്യണം, അല്ലെ കോൺകാറ്റിനേഷൻ എന്ന് പറയും. ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ STR1 + STR2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാം എന്നായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. ഇനി എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം, ഇതിന്റെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് എന്നെ സഹായിക്കുന്നത് സ്റ്റാർ ആണ്. ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിങ് കൊടുത്തു, ആ സ്ട്രിങ് × 3 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഓർഡർ എന്ന് പറയുന്നത് 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഇതാണ് ഏത് ഓപ്പറേറ്റർ, റെപ്പറ്റീഷൻ ഓപ്പറേറ്റർ സ്റ്റാർ. ഇത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ പ്ലസ്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ലൈസിങ് ഓപ്പറേറ്ററായ കോളന്റെ യൂസ് ആണ് പഠിക്കുന്നത്. ലാംഗ്വേജസ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒരു സ്ട്രിങ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രിന്റ് ലാംഗ്വേജസ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0:6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിന്റെ 0th ഇൻഡെക്സ് മുതൽ 6th എടുക്കത്തില്ല, 5 വരെയുള്ള ആയിരിക്കും എടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഇത് 0 1 2 3 4 5 ദാറ്റ് ഈസ് പൈത്തൺ വരെയുള്ള റിസൾട്ട് നമുക്കിവിടെ കാണും. ഓക്കെ, ഇനി ലാംഗ്വേജസ് ഓഫ് 8:12 എന്ന് പറഞ്ഞാൽ 8 മുതൽ 11 വരെ. ഓക്കെ, ഇവിടെ വരെ 6 ആയിരുന്നു, ഇത് 5 ആയിരുന്നു, ഇത് 6 7 8 എന്ന് പറയുമ്പോൾ ജാവ J 8 9 10 11 എണ്ണം. 8 മുതൽ 11 വരെ എന്ന് പറഞ്ഞാൽ ജാവ ആയിരിക്കും റിസൾട്ട് വരുന്നത്. 17 മുതൽ 20 വരെ പ്രിന്റ് ചെയ്യാൻ നമുക്കുണ്ടോ, ഉണ്ട് എങ്കിൽ we will get the result. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 12 വരെ ജാവയായി, 13 14 15 16 അല്ലേ, 16 17 ആകുമ്പോൾ നമുക്ക് C++. 17 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 17 മുതൽ 19 വരെയുള്ള 20ാമത്തെ എടുക്കത്തില്ല, അത് ഓർക്കുക.
ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ ഈ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ 6 കൊടുത്തു കഴിഞ്ഞാൽ 5 വരെയുള്ളത് പ്രിന്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ :6 എന്നാ കൊടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ 5 വരെയുള്ള എടുക്കും. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് കൊടുത്തു, ലാസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ 17 മുതൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെയുള്ളത് എടുത്തേക്കും. 17 സ്റ്റാർട്ട് ചെയ്യുന്നത് C ആണ്. C മുതൽ അങ്ങോട്ട് C++ വരെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ലൈസിങ് ഓപ്പറേറ്ററായ കോളന്റെ യൂസസ് ആണ്. ഇനി നമുക്ക് അതല്ല -3 മുതൽ റിമൈനിങ് ഉള്ളത് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് -1, ഇത് -2, -3. അപ്പൊ ഇവിടെ ഈ C++ എന്നുള്ളതായിരിക്കും നമ്മളുടെ റിസൾട്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇൻഡെക്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഫുൾ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ജസ്റ്റ് കോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുൾ സ്ട്രിങ് അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി സാധാരണയായിട്ട് ഇൻഡെക്സിങ്ങിന്റെ ഒരു ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പോയിന്റർ വെച്ചിട്ട് ബോൾ പോയിന്റ് പേന വെച്ചിട്ട് എഴുതി കാണിക്കാം. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കോളൻ ഓപ്പറേറ്ററിൽ ഒരു സ്റ്റാർട്ട് കൊടുക്കണം, അതേപോലെ തന്നെ ഒരു എൻഡ് കൊടുക്കണം, പിന്നെ നമ്മൾ സ്റ്റെപ്പ് സൈസ് കൊടുക്കണം. സ്റ്റെപ്പ് സൈസ് എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇതാ ഈ കാണുന്ന എന്താ ഈ കളറിന് പറയുന്നത് എന്താ, ഈ കളർ ബ്ലൂ അല്ല, ഈ കളറിൽ കാണുന്നതിനകത്ത് ഞാൻ ലാംഗ്വേജസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലാംഗ്വേജസ് എന്ന് കൊടുക്കുന്നതിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, പൈതൺ, ജാവ, C++. എന്നിട്ട് പ്രിന്റ് ലാംഗ്വേജസ് : 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടില്ല എൻഡിങ്ങും പറഞ്ഞിട്ടില്ല എങ്കിൽ ഫുൾ എടുക്കും. പക്ഷെ കോളന് ശേഷം സ്റ്റെപ്പ് സൈസ് 2 കൊടുത്ത് എന്ന് വെച്ചാൽ രണ്ടിടവിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. സോ അവർ റിസൾട്ട് ഈസ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം, കമ്പാരിസൺസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് str1 പൈത്തൺ THON എഴുതിയിട്ടുണ്ട്, str2 EN എന്നാണ് പൈത്തന്റെ സ്പെല്ലിംഗ്. ഇത് രണ്ടും തുല്യമല്ലല്ലോ. പ്രിന്റ് str1 = str2 ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെ റിട്ടേൺ വാല്യൂ ഫാൾസ് ആയിരിക്കും. കാരണം ഇത് രണ്ടും തുല്യമല്ലല്ലോ. തുല്യമായിരുന്നുവെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും, ഒരു ബൂളിയൻ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ഇതാ ഇവിടെ കുറച്ച് എക്സാമ്പിൾ. അടുത്തത് ഇൻ ഓപ്പറേറ്റർ str1 in str2. str1 str2 ഉണ്ടോ എന്ന് നോക്കുന്നു. str1 C ആണ്, str2 C++ ആണ്. നിങ്ങൾ ഈ എന്താ ഇവിടെ നോക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ് ഈ വയലറ്റ് കളറില str1 C ഉണ്ട്, str2 CPP ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണ് str1 str2 ഉണ്ട് എങ്കിൽ റിട്ടേൺ വാല്യൂ എന്തുമായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫസ്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ വാല്യൂ ട്രൂ ആണ്. str1 in str3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, str1 C ആണ്, str3 പൈത്തൺ ആണ്. C പൈത്തണിനകത്ത് ആ വേരിയബിൾ ഉണ്ടോ, ഇല്ല. അപ്പൊ അത് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആണ്. str2 in str1 ഉണ്ടോ എന്ന് നോക്കാം. str2 C++ എന്നുള്ളത് C എന്ന് പറയുന്നതിൽ ഉണ്ടോ, ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അതിന്റെ റിട്ടേൺ വാല്യൂ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം നോക്കാം. രണ്ട് സ്ട്രിങ്ങുകൾ തന്നിട്ടുണ്ട്, അവയിൽ കോമൺ വരുന്ന കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിനൊരു പ്രോഗ്രാം എഴുതണം. അപ്പൊ ഞാൻ ആദ്യത്തെ സ്ട്രിങ് str1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്ത് വെച്ചു, str2 അനദർ സ്ട്രിങ് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം, str1 ഓരോ ക്യാരക്ടേഴ്സും എടുക്കണം. അതിനാണ് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഇൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ക്യാരക്ടറും എടുക്കാം. ഫോർ C in str1 എന്ന് പറഞ്ഞാൽ str1 ആദ്യത്തെ ക്യാരക്ടർ C വരും. ആ C in if കണ്ടീഷൻ വെച്ചിട്ട് ഇഫ് ദാറ്റ് C ഈസ് പ്രസന്റ് ഇൻ str2, ആ C str2 ഉണ്ട് എങ്കിൽ നമ്മൾ ആ C എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എൻഡിൽ എന്തിടുന്നു, സ്പേസ് ഇട്ട് കാണിക്കും. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം അടുത്തത് വരും. end = സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്പേസ് കാണിക്കും. നിങ്ങൾ ജസ്റ്റ് പ്രിന്റ് C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് വരുവാണെങ്കിൽ, അപ്പം നമ്മൾ str1 നിന്ന് ഒരു ക്യാരക്ടർ എടുത്തു, അത് str2 ഉണ്ടോ എന്ന് നോക്കി, ഉണ്ട് എങ്കിൽ അതിനെ പ്രിന്റ് ചെയ്യും. അപ്പം അതാണ് ആ പ്രോഗ്രാം. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്ട്രിംഗ് ഫങ്ഷൻസും പിന്നെ സ്ട്രിങ്ങിന്റെ പ്രോഗ്രാമുകളും നോക്കാം.